കെട്ടിച്ചു വിടേണ്ട പ്രായമായി. അതിപ്പം നടക്കില്ലല്ലോ. കെട്ടിച്ചു വിടുന്നേ കാശ് വേണ്ടേ? ഉണ്ടായിരുന്ന കിടപ്പാടം കൂടി പണയപ്പെടുത്തിയ ഈ വീട്ടിൽ നിന്ന് ആര് കെട്ടാനാ? നീ നോക്കിക്കോ, എല്ലാം ശരിയാവും. കാശ് പോയതി പിന്നെ അച്ഛൻ ഭ്രാന്ത് പിടിച്ച പോലെയാ. അടുത്താഴ്ച കാവിലെ കൊടിയേറ്റമല്ലേ? ഞാൻ നേർന്നിട്ടുണ്ട് 101 വെടി. അത് കഴിഞ്ഞു വരുമ്പോ നഷ്ടപ്പെട്ടതെല്ലാം തിരികെ കിട്ടും. അമ്മ, പണവും പത്രാസും ഒന്നും ചോദിക്കാത്ത ഒരാള് വന്നാ എന്നെ കെട്ടിച്ചു കൊടുക്കൂ? എന്നെ മാത്രം ഇഷ്ടപ്പെടുന്ന ഒരാള് ആരാ നിന്റെ മനസ്സിൽ? അത് അത് നമ്മുടെ നമ്മുടെ സഖാവേട്ടൻ. അവൻ നിന്നോട് അങ്ങനെ പറഞ്ഞോ? പറഞ്ഞില്ല, പക്ഷേ എന്നെ ഇഷ്ടാ. എനിക്ക് അവൻ നല്ലവനാ. പക്ഷേ നിന്റെ അച്ഛന് കമ്മ്യൂണിസ്റ്റ് എന്ന് കേൾക്കുന്നതേ കലിയ. അമ്മ അച്ഛനോട് ഒന്ന് പറഞ്ഞാ. അപ്പൊ അതിനാണ് നാടകം ഉണ്ടാക്കാനെന്ന് പറഞ്ഞ് നടക്കുന്ന അല്ലടി കള്ള പരിചയ. അയ്യോ, ഇങ്ങനെ തല്ലാതെ മനുഷ്യ, അത് ചത്തുപോവും. അവന് ഇഷ്ടമാണെങ്കിൽ നമുക്ക് ഇതങ്ങ് നടത്തി കൊടുത്താലോ? അപ്പൊ നീയും കൂടെ ചേർന്നായിരുന്നല്ലേ? നിന്റെ മോളെ നീ ആർക്കെങ്കിലും കൊണ്ട് കൊടുക്കടി. അവൻ എന്താ ഒരു കുറവ്? നിങ്ങളെപ്പോലെ ഇങ്ങനെ വെള്ളം അടിച്ച് ലക്ക് കെട്ട് നടക്കുന്നില്ലല്ലോ. അയ്യോടി, ഒരു കുറവുമില്ല. സഖാവല്ലയോ സഖാവ്. എടി, ജീവിക്കാൻ അറിയാമോടി അവന്? കൂടെ പഠിച്ച ഓരോരുത്തന്മാര് ഡോക്ടർമാരും എഞ്ചിനീയർമാരുമായിട്ട് 10,000, 30,000, 40,000 രൂപ ശമ്പളം മേടിക്കുന്നു. അവൻ സഖാവ് കളിച്ച് നടക്കുകയല്ലേ? അല്ല, സഖാവായാലും കുഴപ്പമില്ല. കൂടെയുള്ള ഓരോരുത്തന്മാര് പല പല സ്ഥാനങ്ങളും നേടി വലിയ നിലയിലായി. അവൻ മാത്രം തെരുവിലും. അല്ല, അറിയാഞ്ഞിട്ട് ചോദിക്കുക, അവന് വല്ല വട്ടമുണ്ടോ? ഇന്നത്തെ കാലത്തും 70കളിലെ പോലെ കൂറ സഞ്ചിയും തൂക്കി ജുബായും ഇട്ട് സഖാവ് കളിച്ച് നടക്കാൻ അച്ചരറി ഇവിടെ ഉണ്ടായിരുന്നോ? ഇത്രയും ബഹളം കാണിക്കാൻ മാത്രം ഇവിടെ എന്താ ഉണ്ടായേ? അവളൊരു ഇഷ്ടം പറഞ്ഞെന്നല്ലേ ഉള്ളൂ. ആരെയും വേദനിപ്പിച്ച് ഞാൻ ഒന്നും ചെയ്യത്തില്ല. കേട്ടില്ലേ? അപ്പൊ കാശുണ്ടാക്കി മോളെ ഇഷ്ടപ്പെട്ടവന്റെ കൂടെ കെട്ടിച്ചയച്ചോ? ഇരിക്കല്ലേ കനകം. അതേടി, ഞാൻ പാപ്പരാ. അച്ഛൻ വന്ന് കിടന്നു. ഇന്നൽപ്പം ഓവറാ. എടി, നീ വിട്, ഞാൻ കൊണ്ട് കിടത്താം. ഇങ്ങോട്ട് നടക്കും. ഇങ്ങോട്ട് പോ. വന്ന് നിങ്ങൾക്ക് സ്വന്തം മകളെ പോലും തിരിച്ചറിയാൻ കഴിയാണ്ടായോ? ആണുങ്ങളെ വശീകരിക്കാൻ റോഡ് വക്കിൽ നിൽക്കുന്നവളുമായല്ലേ ചങ്ങോത്തം. പിന്നെ എങ്ങനെ സ്വന്തം മകളെ തിരിച്ചറിയാൻ കണ്ണുണ്ടാവും? ഈശ്വര, എന്റെ ഒരു ഗതി. എടി, ചത്ത് കിടന്നാലും ചമഞ്ഞു കിടക്കണം.
എടീ, ചത്ത് കിടന്നാലും ചമഞ്ഞു കിടക്കണം. പട്ടിണിയാണെന്ന് നാട്ടുകാരെ അറിയിക്കേണ്ടതില്ല. കുളിച്ച് സുന്ദരി കുട്ടിയായിരുന്നു പഠിച്ചേ. നാളെ എക്സാം അല്ലേ? ഞാൻ കൊടിയേറ്റം കഴിഞ്ഞ ഉടനെ വരാം. ചത്ത് കിടന്നാലും ചമഞ്ഞു കിടക്കണം. സ്വന്തം മകളാണെന്ന വിചാരം പോലും ഇല്ലാണ്ട. മഹാത്മാ, ഇതൊന്ന് ശരിയാക്കാൻ പറഞ്ഞിട്ട് കേൾക്കാതെ ഉത്സവം കാണാൻ പോയിരിക്കുക എല്ലാം കൂടി. ഇനി എന്നെ പറ്റിക്കാൻ നോക്കണ്ട. Mahatma is the father of our nation. As a statesman, he won the national reputation for his policy of non-alignment. Mahatma is the soul of our nation. ഇത്ര വേഗം കൊടിയേറ്റം കഴിഞ്ഞോ? ദാ വരുന്നു വരുന്നു. ഇന്നും കുടിച്ചു അല്ലേ? എന്താ അച്ഛ ഇങ്ങനെ? കാശി പോയെങ്കിൽ പോട്ടെ, അതിന് അച്ഛൻ ഇങ്ങനെ നശിക്കണോ? അച്ഛാ, എന്റെ പൊന്നല്ലേ, അച്ഛൻ ചീത്തയപ്പോ. അച്ഛാ, അച്ഛാ, അച്ഛാ. കഥ കടയ്ക്കാതെ ഇവളിത് എവിടെ പോയിരിക്ക? ഹിമ, ഹിമ,
മോളെ ഹിമ മോളെ